വയറെരിയുന്നവർക്കായി മനമെരിയട്ടെ. പട്ടിണി എന്തെന്നറിയാതെ പകിട്ട് കാട്ടുന്ന നമ്മൾ വിശന്നു വേവുന്ന ഗസയിലെ പിഞ്ചോമനകൾക്കായി മനമൊരുക്കി പ്രാർത്ഥിക്കാനെങ്കിലും മറക്കാതിരിക്കുക. വലിയൊരു സന്ദേശമാണ് ചെറിയ 2 വരികളിൽ ഒതുങ്ങിയിട്ടുള്ളത്. പലപ്പോഴായി നമ്മുടെ റേഡിയോയിൽ തന്നെ നമ്മൾ കേൾക്കുകയും അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് കേൾക്കണ്ടാത്ത നമ്മളൊക്കെ പ്രത്യക്ഷത്തിൽ തന്നെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, കണ്ടുകൊണ്ടേയിരിക്കുന്ന, എന്നാൽ എത്ര കണ്ടാലും എത്ര കേട്ടാലും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന വലിയൊരു ഏരിയയാണത്. വിശക്കുന്നവനെ വിശപ്പിൻ്റെ വില അറിയൂ, ഒരു പ്രാവശ്യമെങ്കിലും വിശപ്പ് അനുഭവിച്ചവന്. അല്ലെങ്കിൽ വിശപ്പിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും വിശന്നു കഴിഞ്ഞാൽ ഒരു നിശ്ചിത സമയത്തിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ആ വിശപ്പ് മാറ്റാനുള്ള ഭക്ഷണമുണ്ട് എന്നുള്ള പ്രതീക്ഷയുള്ളൊരു മനുഷ്യൻ അവന് വിശപ്പ് സഹിക്കുന്നതിന് എന്തുണ്ടാവില്ല, അതിന് കഴിയും. നോമ്പെടുത്ത് കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ. ഒരു റൂമിൻ്റെ അകത്തിരുന്ന ആളുകൾ റൂമിൻ്റെ വാതിൽ അവർ സ്വയം തന്നെ പൂട്ടിയിട്ടൊക്കെ ആണെങ്കിൽ എത്ര സമയം അവർക്ക് അതിൻ്റെ അകത്തിരിക്കാം? അവർക്ക് തോന്നുമ്പോൾ പുറത്തിറങ്ങി പോയാൽ മതി. പക്ഷെ പുറത്തുനിന്ന് ഒരാൾ പൂട്ടിയിട്ടാണെങ്കിൽ എത്ര സമയം ഇരിക്കാൻ പറ്റും എന്ന് ചോദിക്കാറുണ്ട്. എന്നതുപോലെ ഭക്ഷണം മുന്നിലിരിക്കെ അതിൻ്റെ സമയത്ത് കഴിക്കണം എന്ന് നമുക്ക് തീരുമാനിക്കാം. പക്ഷേ എത്ര കണ്ട് എവിടുന്ന് ഭക്ഷണം എന്ന് യാതൊരു പ്രതീക്ഷയുമില്ലാതെ കാത്തിരിക്കുന്ന ഗസയിലെ പട്ടിണി, അത് നമുക്കത് കാണാൻ കഴിയില്ല. നമ്മളെപ്പോഴും പറഞ്ഞിട്ട് കാണാൻ കഴിയില്ല പറഞ്ഞാൽ ഇതൊരു പരീക്ഷണമാണ്. നമ്മൾ കാണാൻ കഴിയാതെ എന്നെ കൊണ്ട് കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ ചിന്തകൾ നഷ്ടപ്പെട്ടു പോകരുത്. വിശപ്പ് കൊണ്ടല്ല പരീക്ഷിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ആ പരീക്ഷണം മറ്റുള്ള ആളുകളെ പരീക്ഷിച്ചിട്ട് നമുക്ക് കാണിച്ചിരുന്നതായിരിക്കും ചിലപ്പം. അവരൊരു പക്ഷേ ആ പരീക്ഷണത്തിൽ വിജയിച്ച് സ്വർഗാവകാശികളായി മാറിയേക്കാം. ആ കുഞ്ഞുങ്ങൾ സ്വർഗത്തിലേക്കുള്ള കുട്ടികളായിരിക്കാം. അതെ, അല്ല, ഇത് പിന്നെ നമ്മൾ മിക്കവാറും റേഡിയോയിൽ തന്നെ പലപ്പോഴും പറയാറുണ്ട് ഈ വിഷയം. നമുക്കത് പറയേണ്ട ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ ഗസ എന്ന് കേൾക്കുമ്പോഴേക്ക് ലോകത്തിൻ്റെ കണ്ണീരായി മാറിയിട്ടുണ്ട്. എന്നാലും നമ്മുടെ ആളുകളുടെ ചില പിന്നെ ഈ ഒരു കാട്ടിക്കൂട്ടലുകളും അതുപോലെ തന്നെ പ്രവൃത്തികളൊക്കെ കാണുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നും. ഈ പ്രത്യേകിച്ച് രാത്രികാലങ്ങളിലെ ഭക്ഷണശീലം നമ്മുടെ നാട്ടിൽ വളരെ, ഞാനിപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊരു മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഞാനുണ്ട് എന്നേ പറയുള്ളൂ. നമ്മൾ അത്യാവശ്യം ഭക്ഷണം ഇഷ്ടപ്പെടുന്ന ആളാണ്, കഴിക്കുന്ന ആളാണൊക്കെ ശരി. പക്ഷേ നമുക്കൊരു നിർബന്ധമുണ്ട്. ഞാൻ കഴിക്കുന്ന ഭക്ഷണം ഞാൻ കഴിക്കുന്നതേ എടുക്കൂ, അതല്ലെങ്കിൽ എടുത്തത് കഴിക്കും. ഇത് ഒരുപാട് ആളുകൾ വേസ്റ്റാക്കുന്നത് നമ്മൾ ഒരുപാട് കാണാറുണ്ട്. അതൊരു എന്താ പറയുക, സ്റ്റാറ്റസിൻ്റെ ഭാഗമായിട്ടൊക്കെ കുറച്ച് ബാക്കി വെച്ചിട്ടില്ലെങ്കിൽ ബാക്കിയുള്ളവരെന്താ വിചാരിക്കുക എന്ന് വരെ വിചാരിക്കുന്ന ആളുകളുണ്ട്. അവ ചങ്ങാതി മുഴുവൻ തിന്നുപോയി, അത് എന്താപ്പത് എന്ന് പറയുന്നുണ്ടല്ലോ, അതൊരു അവന് ഇത്ര ദാരിദ്ര്യമോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന ആളുകൾ പോലും നമ്മുടെ നാടുകളിലുണ്ട്. പ്രത്യേകിച്ചും വിശ്വാസികളിൽ അപ്രകാരം ഒരു സംഭവം ഉണ്ടാകും. കുടുംബത്തോടൊപ്പം നമ്മൾ യാത്ര ചെയ്യുന്നു. അത് മിക്കവാറും ചില ഒരു സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ അൽഹംദുലില്ലാ റബ്ബ് നമുക്ക് നൽകിയൊരു അനുഗ്രഹമാണ്. എല്ലാവരും പട്ടിണി കിടക്കുമ്പോൾ നമ്മൾ പട്ടിണി കിടക്കണമെന്നല്ലല്ലോ, മറ്റവർ പട്ടിണി കിടക്കുന്നു നമ്മളും പട്ടിണി കിടക്കണം എന്നല്ല. മറിച്ച് ഈ യാത്രകൾക്കിടയിൽ കുടുംബടക്കം വാപ്പയും ഉമ്മയും സഹോദരങ്ങളും അതുപോലെ തന്നെ മക്കളൊക്കെ അടക്കം നമ്മൾ യാത്ര ചെയ്യാറുണ്ട്. അതിനിടക്ക് നമുക്കൊന്ന് പുറത്ത് ചെയ്യാം, ഇന്ന് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാം, അത് ഹലാലാണ്. പക്ഷെ കഴിക്കുന്നതേ നമ്മൾ വാങ്ങാവൂ, ഓർഡർ ചെയ്യാവൂ. നമ്മൾ കുടുംബത്തിന് മൊത്തത്തിൽ എല്ലാവർക്കും കൂടെ ഒരു 5 ആളാണെങ്കിൽ 6 ആളാണെങ്കിൽ ഒരു 10 ആളാണെങ്കിൽ 15 ആൾക്കുള്ള ഭക്ഷണം ഓർഡർ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതെ, ഹോട്ടലുകാർക്ക് വേണ്ടിയിട്ടല്ലോ നമ്മൾ ഭക്ഷണം ഓർഡർ ചെയ്തത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ആവശ്യത്തിനുള്ള ഉപയോഗിക്കുക. കാരണം ഈ ലോകത്ത് മനുഷ്യൻ പട്ടിണീൻ്റെ അനുഭവിക്കുന്നതിൻ്റെയൊക്കെ തോത് പറഞ്ഞാൽ വലിയൊരു പ്രശ്നം സംഭവിക്കുന്നത് ക്രമാതീതമായ ഉപയോഗം നടക്കുമ്പോൾ അത് കിട്ടേണ്ട ആളുകൾ അതിൻ്റെ ലഭ്യത ഇല്ലാതെ പോകുന്നു എന്നുള്ളത്. അതെ. അപ്പോൾ എന്തായാലും ഈ ഒരു ചിന്തയുടെ വാക്കുകളിലേക്ക് ഇനി കൂടുതൽ നമ്മൾ കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല. അത്രത്തോളം ചിന്തനീയമായിട്ടുള്ള വാക്കുകളാണ്. ഒപ്പം നമുക്കൊക്കെയും അനുഭവവും അറിവും ഉണ്ടാക്കുന്ന കാര്യമാണ്. നമുക്കൊക്കെ തന്നെ മനസ്സിലായ വിഷയങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നമ്മുടെ ശ്രോതാക്കൾക്ക് പറയാൻ ലോക ജനസംഖ്യയിലെ ഈ പോഷകാഹാരത്തിൻ്റെ കുറവ്, പട്ടിണിയുടെ കുറവ്, ഇതൊക്കെ ഒരു 10% ആളുകൾ പിന്നെ പട്ടിണി ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതെ, അല്ല, യുദ്ധക്കെടുതി കൊണ്ട് മാത്രമല്ല അല്ലാതെ തന്നെ നടന്നുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ പറയുമ്പോഴേ നമ്മൾ വിചാരിക്കും ഈ ഗസയിലും അതുപോലെ തന്നെയുള്ള സ്ഥലങ്ങളിലും മാത്രമാണ് പട്ടിണികളും കാര്യങ്ങളും. ഇപ്പോൾ നമ്മൾ പണ്ട് ഓർമ്മയുണ്ട്, നമ്മൾ കഴിഞ്ഞ 2-3 മാസം മുമ്പ് ബീഹാർ ഭാഗത്ത് പോയപ്പോൾ അവിടെയൊക്കെ സത്യം പറഞ്ഞാൽ ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയെങ്കിൽ ആഗ്രഹിക്കുന്ന മനുഷ്യന്മാരില്ലേ. നമുക്കറിയാമെന്നറിയില്ല, നമ്മൾ
നിസാമുദ്ദീൻ മദീനിയുടെ കൂടെ അതെ, തിരിച്ച് വരുന്ന സമയത്ത് അദ്ദേഹം വാങ്ങിയ ഒരു സ്ഥാപനത്തിന് വാങ്ങിയൊരു സ്ഥലം നമുക്ക് കാണിച്ചു തന്നു. അവിടെ അപ്പുറത്തുള്ള മനുഷ്യന്മാർ അയാൾ വന്നതിൻ്റെ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചില്ല. അപ്പുറത്തും ഇറങ്ങി വരുന്ന ഒരുപാട് വയസ്സായ കുട്ടികളായ ആളുകൾ നമ്മുടെ ഇന്ത്യയിലാണത്. അതെ. എന്തുകൊണ്ടാണ് പട്ടിണി ഉണ്ടാവുന്നത് എന്നുള്ളതിൻ്റെ ഒരു പ്രധാന കണക്ക് പറയുന്നത് ഭക്ഷണ വിതരണത്തിൽ അസമത്വമാണെന്നാണ്. ആ വിതരണത്തിൻ്റെ അസമത്വം, നമ്മൾ ഭക്ഷണ വിതരണം പറഞ്ഞ പൈസ ഉള്ളവൻ എന്ത് ചെയ്യും, അമിതമായി വാങ്ങിക്കൂട്ടും. അല്ല ഭൂമിയിൽ എല്ലാവർക്കും തുല്യമായ വിഭവം ഇവിടെ അല്ല കൊടുത്തിട്ടുണ്ട്. പക്ഷെ മനുഷ്യൻ കാണിക്കുന്ന ആർത്തിയുടെ ദുരന്ത ഫലങ്ങൾ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഈ പറഞ്ഞ പോലെ സിയോണിസ്റ്റുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു നോവ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പട്ടിണി പറഞ്ഞാൽ അത്രമേൽ മുമ്പ് നമ്മൾ പറഞ്ഞൊരു സംഭവമുണ്ട്. PK പാറക്കടവിൻ്റെ ഒരു കഥയാണെങ്കിലും വീട്ടിൽ ഉമ്മയും ഉപ്പയും മോനും പട്ടിണി കിടന്നിരിക്കെ അസുഖബാധിതനായി ഭക്ഷണം കഴിക്കാനില്ലാതെ അവസാനം ഉപ്പ മരിച്ചതിന് ശേഷം കുറച്ച് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ആളുകൾ വീട്ടിലേക്ക് വന്നു. മരണം കഴിഞ്ഞപ്പം അപ്പോൾ അതിൽ വീട്ടിൽ ഫുഡ് കൊടുത്തു. പട്ടിണിയുള്ള ഉമ്മാക്കും മോനും ചെറിയ കുട്ടിയാണ്, കുട്ടിക്ക് ഫുഡ് കിട്ടി. ഇപ്പോൾ മരിച്ചതിന് ശേഷമാണ് ഫുഡ് കിട്ടുന്നത്. ഫുഡ് കിട്ടി കുറച്ച് കഴിഞ്ഞ് ആളുകളൊക്കെ പോയി, അരങ്ങൊഴിഞ്ഞു, വീണ്ടും ഒരു പട്ടിണിയിലായി. അപ്പം ഉമ്മേൻ്റെ മടിയിലിരുന്ന് കുട്ടി ചോദിക്കുന്നുണ്ട്, ഉമ്മ എന്നാ മരിക്കാൻ. എന്നുവെച്ചാൽ അപ്പം അത്രയും ആ ഒരു കുട്ടി പട്ടിണീൻ്റെ ഒരു തീവ്രതയാണ് ആ പറയണത്. അത് എത്രമാത്രമായിരിക്കും. അപ്പം അത് നമ്മൾ ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു കുട്ടികളാണ് ഗസയിൽ. അവർക്ക് അവരുടെ ആ ഒരു ചിത്രം എത്രമാത്രം നമ്മുടെ മക്കളെ നമ്മളൊന്ന് ആലോചിക്കുക. നമ്മളെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക, അവർക്ക് മതിയാവണില്ല പലതും. അതെ, നമ്മൾ മാറി വന്നൊരവസ്ഥയിൽ ഇപ്പം എന്തായിട്ടുണ്ടെന്ന് വെച്ചാൽ പണ്ട് കാലങ്ങളിലെ നമ്മുടെ വാപ്പമാരുടെയൊക്കെ പറഞ്ഞു തരുമായിരുന്നു നമുക്ക് അല്ലേ. അവർ ഒരു ചാൺ വയറ് നിറക്കുന്നതിന് വേണ്ടി പലഘാതം നടന്നിരുന്നു. പക്ഷേ ഇന്ന് വയറ് കുറക്കുന്നതിന് വേണ്ടി നമ്മൾ പലഘാതം നടക്കുന്നതിലേക്ക് അവസ്ഥ മാറിയിട്ടുണ്ട് അല്ലേ. ഇന്നത്തെ ഒരു വിഷയത്തിലേക്ക് മാറിയിട്ടുണ്ട്. എന്തായാലും വലിയൊരു ചിന്ത തന്നെയാണ് നമ്മളുമായിട്ട് പങ്കുവച്ചിട്ടുള്ളത്. ഇനി ബാക്കി നമ്മുടെ ശ്രോതാക്കൾ പറയട്ടെ.